ഹലോ, ഇന്നൊരു വൈറ്റ് സോസ് ചിക്കൻ പാസ്തേൻ്റെ റെസിപ്പി ആട്ടോ. ആദ്യം നിങ്ങൾ പാസ്ത കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. ഇനി ബട്ടറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആദ്യം ചിക്കൻ വേവിച്ചിട്ട് ഈ ചിക്കൻ ഇതിന്ന് മാറ്റിയെടുക്കാം. ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. പിന്നെ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി സവാള നന്നായിട്ടൊന്ന് താളിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ജസ്റ്റ് ഒന്ന് താളിക്കഴിഞ്ഞിട്ട് വേണം ബാക്കി വെജീസ് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ക്യാപ്സിക്കം സ്വീറ്റ് കോണും ആണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൈദൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് തിക്കായി വരും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഒരു ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇട്ട് കൊടുക്കണം. പിന്നെ ആദ്യം കുക്ക് ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് കുറുക്കി വരും. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. പാസ്ത ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ ഈ സോസൊക്കെ കട്ടയായി പോകും.